പ്രൈസ് ഗോഡ്. ഈ ദിവസങ്ങളൊക്കെയും ദൈവം തന്റെ ആത്മാവിനെ നമ്മുടെ മധ്യത്തിൽ പകരുന്നു. ആമേൻ. കൃപകളും കൃപാവരങ്ങളും നമ്മുടെ മേൽ പകരപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിനെ പകരുകയാണ്. ഈ ഓൾട്ടറിൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെയും ദൈവത്തിന്റെ ആ പ്രസൻസിന്റെയും വലിയ ഒരു കൂട ഇവിടെയുണ്ട്. അപ്പോൾ ശുശ്രൂഷിക്കുന്ന ദൈവത്തിന്റെ ദാസനും ശുശ്രൂഷകൾ ഏൽക്കുന്ന നാം ഓരോരുത്തർക്കും ഇന്ന് രാത്രി മറക്കുവാനാകാത്ത, ഇന്ന് വരുന്ന ശുശ്രൂഷകന് പോലും ഈ ഓൾട്ടറിൽ കയറി നിൽക്കുമ്പോൾ ഇവിടുത്തെ ആത്മാ അന്തരീക്ഷത്തിൽ, ആത്മാ മണ്ഡലത്തിൽ ഒരു മെഗാ ഓൾട്ടറിന്റെ ഒരു പ്രസൻസ്. ഹല്ലേലൂയ. तो इसलिए हिंदी भाई बहनों, आप भी तैयार रहिएगा, क्योंकि आज का रात आपके जीवन को बदल सकता है. എന്താണ് ഒരു പ്രൊഫറ്റിക് എൻകൗണ്ടർ? എന്ത് സംഭവിക്കും ഒരു എൻകൗണ്ടർ? ഇതുപോലൊരു പ്രൊഫറ്റിക് എൻകൗണ്ടർ എന്താ സംഭവിക്കുന്നത്? ഞാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് ഒരുക്കുകയാണ്. ആഗ്രഹത്തോടും പ്രതീക്ഷയോടും ദാഹത്തോടും ഒക്കെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെള്ളിയൂണ്ടി നിങ്ങളുടെ ജീവിതത്തെ ഇവിടെ പറയപ്പെടുന്ന ഈ ദൈവത്തിന്റെ ഉദാഹരണങ്ങളിലൂടെ നാം പോകുമ്പോൾ മറക്കുവാനാകാത്ത ഒരു രാത്രി എന്റെ ജീവിതത്തിലായിത്തീരണമേ. ഞാൻ വിശ്വസിക്കുകയാണ് പ്രൊഫറ്റിക് റലത്തിലൊക്കെ വലിയ 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 പകർച്ചകൾ നടക്കും. ഇങ്ങനെയാണ് ദൈവത്തിന്റെ പരിശുദ്ധ എന്നോട് ഇടപെട്ടത്. ഒരു പ്രൊഫറ്റിക് നദി നമ്മുടെ മധ്യത്തിൽ തീവ്രമായി ഒഴുകുകയാണ്. അതുകൊണ്ട് തന്നെ പ്രൊഫറ്റിക് കൃപകളും കൃപാവരങ്ങളും പ്രാപിക്കാത്തവർ നിങ്ങൾ ഒരുങ്ങിയിരുന്നാൽ നിങ്ങളുടെ മേൽ ആ ദൈവത്തിന്റെ ദാനം വന്നു വീഴും. ജ്ഞാനത്തിന്റെ വചനം, പരിജ്ഞാനത്തിന്റെ വചനം, ആത്മാക്കളെ വിവേചിക്കുവാനുള്ള വചനം, പ്രൊഫറ്റിക് ഗിഫ്റ്റ്സ്, വോക്കൽ ഗിഫ്റ്റ്സ്, പവർ ഗിഫ്റ്റ്സ്, വ്യത്യസ്തമായ അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ നിക്ഷിപ്തമായി കിടക്കുന്ന, ഡോർമെന്റ് ആയി കിടക്കുന്ന ഈ കൃപകളും കൃപാവരങ്ങളും ദൈവത്തിന്റെ സ്വപ്നങ്ങളും ദൈവത്തിന്റെ നിയോഗങ്ങളും അതെല്ലാം പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ വിത്ത് കിളിക്കുന്ന പോലെ ആരോടൊക്കെയോ ഞാൻ ആരോടൊക്കെയോ ഞാൻ പ്രവചിക്കുകയാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 41-ാം വാക്യത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതം തിരിയുകയാണ്. പ്രൊഫറ്റിക് എൻകൗണ്ടർ. हालेलुया. यूहन्ना का पुस्तक पहला अध्याय, उसमें हम क्या देखते हैं? एक व्यक्ति का जिंदगी बदल रहा है. അന്ത്രയോസ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ യേശുവിനെ കണ്ടുമുട്ടുകയാണ്. തന്റെ ജീവിതം യേശു സ്പർശിച്ചു. ആ അനുഭവം പ്രാപിച്ച ഈ അന്ത്രയോസ് പെട്ടെന്ന് തന്റെ സഹോദരനായ ഷീമോനെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരികയാണ്. एक व्यक्ति का जिंदगी बदल गया, एक भाई का जिंदगी बदल गया, एंड्रू, और वो अपने भाई शीमोन को भी लेकर के आता है. അന്ത്രയോസിന്റെ ഹൃദയത്തിന് വലിയ ആഗ്രഹമാണ്, ഞാൻ മാറി എനിക്ക് ഒരു ദൈവിക സ്പർശനമുണ്ടായി, ഒരു ഡിവൈൻ ടച്ച് ഉണ്ടായി, ഞാൻ യേശുവിനെ മെഷിഹയെ കണ്ടെത്തി. അത് എന്നിൽ സ്വാർത്ഥമായി വെച്ചുകൊണ്ടിരിക്കുകയല്ല, അത് എൻ്റെ സഹോദരനോട് അറിയണമെന്ന ഒരു വാഞ്ച അവന്റെ ഹൃദയത്തിന്റെ ഉള്ളത്തിലുണ്ടായി. एक व्यक्ति का जिंदगी बदल गया तो वो उससे खुश नहीं है. उसे ये इच्छा है कि उसके भाई के जिंदगी में भी वो मसीह को पाए, और इसलिए वो उसको लेकर यीशु मसीह के पास आया. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 41-ാം വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അവൻ തന്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മശിഹയെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. उसने पहले अपने सगे भाई शिमोन को मिलकर उससे कहा कि हमको क्रिस्तुस अर्थात मसीह मिल गया. ഞാൻ മശിഹയെ കണ്ടെത്തി. അതുകൊണ്ട് ചേട്ടാ അങ്ങോട്ട് വന്ന് ഈ യേശുവിനെ, ഈ നല്ലവനായ യേശുവിനെ ഒന്ന് കാണാൻ ആളുകളെ പരിചയപ്പെടുത്തുക. मुझे मसीह मिल गया, इसीलिए भाई तुम भी आओ, इस मसीह के जैसा कोई नहीं. 42-ാമത്തെ വാക്യത്തിൽ യേശുവിന്റെ അടുക്കലേക്ക് ശിമോൻ വരികയാണ്. അവന്റെ കണ്ണുകളിലേക്ക് യേശു നോക്കുക. ഇന്ന് രാത്രി കാലം യേശുവിന്റെ കണ്ണുകൾ, ദി ഐസ് ഓഫ് ദി ലോർഡ്, ദൈവത്തിന്റെ കണ്ണുകൾ ഈ ഹോളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. യേശുവിന്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ തന്നെ യേശു പറയുന്ന വാക്കുകൾ പ്രൊഫറ്റിക് എൻകൗണ്ടർ ആണ്. ദിസ് ഈസ് എ പ്രൊഫറ്റിക് എൻകൗണ്ടർ. നമ്മുടെ പേരും വിലാസവും സ്ഥലവും നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ നന്നായി അറിഞ്ഞ്, നമ്മെക്കുറിച്ച് പിതാവാം ദൈവത്തിന്റെ പ്ലാൻ എന്താണെന്ന് നന്നായി അറിഞ്ഞ് നമ്മോട് തന്റെ വെളിപ്പാടുകളെ അറിയിക്കുവാൻ കഴിയുന്നതാണ് ദൈവത്തിന്റെ പ്രവചനാത്മാവിലുള്ള ശുശ്രൂഷ. वह उसे यीशु के पास लाया. यीशु ने उस पर दृष्टि करके कहा कि तू यूहन्ना का पुत्र शैमोन है, तू केफा अर्थात पतरस कहलाएगा. और इसी तरह से आज ये जो प्रोफेटिक एनकाउंटर की रात है, आज आप समझ लीजिए कि प्रभु अपनी दृष्टि आपके ऊपर रखते हैं. प्रभु आपको जानते हैं, आपके नाम को जानते हैं, और प्रभु अपनी योजना को प्रकट करना चाहते हैं. യേശു ശിമോന്റെ കണ്ണുകളിലേക്ക് നോക്കുകയാ, വിളിച്ചു പറയുകയാ, യോഹന്നാന്റെ മകനായ ശിമോനെ, നമ്മുടെ പേരും നമ്മുടെ അപ്പന്റെ പേരും നാം ഏത് കുടുംബത്തിൽ നിന്നാണ് എവിടെയാണ് എന്നൊക്കെ ദൈവം. हालेलुया. ये व्यक्ति पहली बार यीशु मसीह के पास आया, लेकिन आपको, आपके घराने को, आपके पिताजी के नाम को सब कुछ जानने वाला हमारा परमेश्वर आज हमारे बीच में प्रकट. You are Simon the son of John, you shall be called Cephas. तू यूहन्ना का पुत्र
पुत्र शैमोन है, तू केफा अर्थात पत्रस कहलाएगा. നീ ശീമോനായി പോ. Hallelujah. പക്ഷെ നിന്നെ കുറിച്ച് പിതാവാം ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. നിന്നെ ഒരു കേഫ ആക്കി മാറ്റുവാൻ. അതുകൊണ്ട് ഞാൻ നിന്റെ പേരിനെ മാറ്റുകയാണ്. നിന്നെ ഞാൻ ഒരു കേഫ. Hallelujah. അരാമ്യ ഭാഷയിൽ കേഫ എന്നും ഗ്രീക്ക് ഭാഷയിൽ പത്രോസ് എന്ന ആ വാക്ക് ഷീമോന് വരികയാണ്. ഷീമോൻ പത്രോസായി കേഫായി മാറുകയാണ്. तू शीमोन है, तू केफा है, लेकिन तुझे पत्रस बनाने की योजना परमेश्वर ने कर रखी है. ഷീമോന്റെ അർത്ഥം നമുക്കറിയാമല്ലോ. ഷീമോൻ എന്ന് പറഞ്ഞാൽ ആടി ഉലയുന്ന, കരുത്തില്ലാത്ത, ബലമില്ലാത്ത, ഒരു കാറ്റടിക്കുമ്പോൾ അങ്ങോട്ട് അലയും, ഇങ്ങോട്ടൊരു കാറ്റടിക്കുമ്പോൾ ഇങ്ങോട്ട് പോകുന്ന, ഉറപ്പും ധൈര്യവും കരുത്തുമില്ലാത്ത ഒരു വ്യക്തിയാണ് ഷീമോൻ എന്ന് പറയുന്നത്. शीमोन नाम का क्या अर्थ है? वो एक कमजोर व्यक्ति के समान है, ऐसी एक झाड़ी के समान है जो हर हवा के साथ इधर उधर इस तरह से जो है हिलती है. लेकिन परमेश्वर की योजना है कि उसे पत्रस, मजबूत पत्थर के समान बना दिया जाए, जो कभी किसी चीज से ना हिले. അവന്റെ ഇന്നത്തെ സാഹചര്യം അവനെ ആടി ഉലയുകയാണ്. അവനൊരു സ്റ്റെബിലിറ്റി ഇല്ല. അവനെ കണ്ടു കഴിഞ്ഞാൽ ആരും അവനെ ടീമിൽ ചേർക്കത്തില്ല. ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനമില്ലാത്ത ഒരു ആടി ഉലയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ യേശു നോക്കി പറയുകയാണ്, എന്റെ പിതാവിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, സ്വർഗത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. നീ കേഫ, ഹല്ലേലൂയ, ഒരു പാറ കഷ്ണമാ. ഞാനാകുന്ന പാറയാ, യേശു ആകുന്ന പാറയിൽ നീ ആകുന്ന പാറ കഷ്ണത്തെ ചേർത്ത് എനിക്ക് എന്റെ സഭയെ പണിയണം. ഹല്ലേലൂയ, ആമേൻ, हालेलुया. तू शीमोन है. आज अगर तुम्हारी जिंदगी को देखा जाए, तुम्हारी अवस्था देखी जाए, तो कोई तुम्हें अपने टीम में नहीं लेगा, क्योंकि तू हमेशा इधर उधर डोलता रहता है. तुम में कोई स्थिरता नहीं है. लेकिन परमेश्वर की यह योजना है कि वो तुम्हें एक मजबूत पत्थर समान बना दे. और यीशु मसीह जो खुद पहाड़ के समान है, उनमें मिलाकर शीमोन परमेश्वर अपनी कलीसिया को मजबूत रीति से खड़ा करना चाहता है. ഷീമോന്റെ ജീവിതം തിരിയുകയാണ്. കുറെ വർഷങ്ങൾ എടുത്തു, ഒരു 3-4 വർഷം എടുത്തു ഈ പ്രവചനം തന്റെ ജീവിതത്തിൽ. താൻ ഷീമോനായിരിക്കുന്ന ആടി ഉലയുന്ന ഒരു വ്യക്തിത്വത്തിൽ നിന്ന് താൻ ഒരു പാറ കഷ്ണമായി ദൈവസഭയ്ക്ക് വേണ്ടി ഒരു അനുഗ്രഹമായി തന്റെ ജീവിതം മാറുവാൻ ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു. But that night changed his nights. 3-4 साल लग गए उनकी जिंदगी में यीशु मसीह के साथ चलते चलते, और पवित्र आत्मा का सामर्थ्य पाकर बहुत बड़ा बदलाव उनकी जिंदगी में आया. लेकिन वो रात जब यीशु मसीह से वो मिला, तो हमेशा हमेशा के लिए परमेश्वर ने अपनी योजना उसकी जिंदगी में प्रकट कर दी. ഷീമോൻ ആരായിരുന്നു? മീൻ പിടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. शीमोन സാധാരണ ഒരു कौन മുഖവനായിരുന്നു. था? वो मछली पकड़ने वाला एक साधारण सा आदमी था. തനിക്ക് ദൈവവേലയായി ദൈവഭവനവുമായി ശുശ്രൂഷകളായി ഒരു ബന്ധവുമില്ല. സാധാരണ ഒരു വ്യക്തിയാണ്. वो साधारण सा आदमी है. उसका कोई संबंध नहीं, ना तो प्रभु के लोगों से, ना तो कलीसिया से, और ना ही प्रभु के काम से. പക്ഷെ അന്ന് രാത്രികാലം ഷീമോന്റെ ജീവിതം തിരിയുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന്റെ ഹല്ലേലൂയ. prophetic destiny-യെ കുറിച്ച് ഒരു ബോധ്യം യേശു കൊടുക്കുകയാണ്. लेकिन उस रात उसकी जिंदगी बदल गई. परमेश्वर उसे कह रहा है कि तुम कोई साधारण आदमी नहीं हो, परंतु परमेश्वर की योजना में तुम्हें एक बहुत महत्वपूर्ण बुलाहट दिया गया है. പിന്നെ പടകിൽ താൻ രാത്രി മൊത്തവും മീൻ പിടിക്കാൻ നോക്കുന്നു, അവിടെയും പരാജയപ്പെടുന്നു. യേശു ആ പടകിലേക്ക്, നിന്നെ പേർ ചൊല്ലി വിളിക്കുന്നവൻ, നിന്റെ പേര് മാറ്റുന്നവൻ, നിന്നെ കുറിച്ച് ഒരു പദ്ധതി മെനയുന്നവൻ, അവൻ വീണ്ടും നിന്റെ പടകിലേക്ക് വന്ന് നിനക്കൊരു അവസരം തരും. उसकी नाव में यीशु मसीह चढ़ गए, और वो निराश था, हताश था, वो अपनी जिंदगी को आगे नहीं ले जा पा रहा था. लेकिन यीशु मसीह उसकी नाव में चढ़ गए और उसका जिंदगी बदल गया. യേശു ആരാണ് എന്ന് താൻ തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ്. ജീസസ് reveals himself to Simon. शीमोन के सामने यीशु मसीह अपने आप को प्रकट कर रहे हैं कि वो कौन है. ഒരു വലിയ അത്ഭുതം നടക്കുകയാണ്. മീൻ പിടിക്കാത്ത ഷീമോന്റെ പടക് മീൻ കൊണ്ട് നിറയുകയാണ്. വലകീറുന്ന ഒരു ദൈവപ്രവൃത്തി, ഒരു മഹാ അത്ഭുതം പത്രോസിന്റെ ജീവിതത്തിൽ നടക്കുകയാണ്. एक बहुत बड़ा चमत्कार उस समय वहां पर हो रहा है. उसका नाव मछली से भर गया. वो चीज जो वो कभी अपने बल पर नहीं कर सकता था, देखो यीशु मसीह ने उसको बिल्कुल इतना अबेंडेंस दे दिया. രാത്രി കാലവും നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒക്കെ തടസ്സപ്പെട്ട് കിടക്കുവാണെങ്കിൽ, വഴിമുട്ടി കിടക്കുകയാണെങ്കിൽ, പരാജയപ്പെട്ട് നിരാശപ്പെട്ട്, യോ നീ അടുത്ത എന്താണ്, നിങ്ങൾ വന്നത് നല്ലൊരു സ്ഥലത്താണ്, ഇന്ന് ഷീമോന്റെ പടക് നിറഞ്ഞതുപോലെ നിങ്ങളുടെ हालेलुया. പരാജയമാണ്, അതാണ് നിങ്ങളുടെ പുറത്തെഴുതിയിരിക്കുന്നത്. പക്ഷേ യേശു നിങ്ങളെ ഒന്ന് കണ്ടുമുട്ടിയാൽ ആ
പ്രൊഫറ്റിക് എൻകൗണ്ടർ, ആ കണ്ണുകൾ നിന്നെ ഒന്ന് കണ്ടാൽ, നിന്റെ ജീവിതത്തിൽ അവന്റെ കരസ്പർശനം നടത്തിയാൽ, നിന്റെ വിഷയങ്ങൾക്ക് മേൽ ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടും. हो सकता है आज शिमोन के जैसे आज आप यहाँ पर आए हैं, लेकिन आप अच्छी जगह पर आए हैं, क्योंकि परमेश्वर की उपस्थिति यहाँ है. परमेश्वर आपसे मुलाकात करेगा, परमेश्वर आपसे बातचीत करेगा, और जो जिंदगी खाली है, जिसमें कोई उद्देश्य नहीं है, परमेश्वर अपनी योजना को आपकी जिंदगी में प्रकट എത്ര करेगा. പേര് ആഗ്രഹിക്കുന്ന കർത്താവേ ഒരു അത്ഭുതം എന്റെ ജീവിതത്തിൽ നടക്കണം? कितने लोग ऐसे बोलेंगे कि परमेश्वर मेरी ആ കരം जिंदगी ഒന്ന് में अपने ഉയർത്തിപ്പിടിക്കണമേ. आप ഇന്ന് को രാത്രി प्रकट കാലം करना. അത്ഭുതങ്ങളുടെ രാത്രിയാണ്. हालेलुया, आज चमत्कारों का रात है. ഇന്നത്തെ എൻകൗണ്ടറിൽ അത്ഭുതങ്ങൾ നടക്കും. आज परमेश्वर आज आप मुझसे मिलेंगे और मेरी जिंदगी में चमत्कार लेकर आएंगे. ശീമോൻ പത്രോസായി മാറുന്ന ഒരു രൂപാന്തരത്തിന് ആരംഭം കുറിക്കുകയാണ്. शिमोन जिस तरह से पतरस बन गया, परमेश्वर उसी तरह से मेरी जिंदगी में अपनी योजना को प्रकट ശൂന്യമായി കിടക്കുന്ന നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകളിലേക്ക് ദൈവത്തിന്റെ हालेलुया, तुम्हारी जिंदगी जो खाली है, जो शून्य अवस्था में है, നിന്റെ കണ്ണുനീര് തുടച്ച് നിന്നെ ആശ്വസിപ്പിച്ച് നിന്നെ മാനിച്ച് നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ് എന്റെ ദൈവം. हमारी जिंदगी में परमेश्वर भरपूरी को लेकर के आएगा. परमेश्वर अपनी योजनाओं को प्रकट करेगा. ഒരു വലിയ അത്ഭുതം ശീമോൻ അനുഭവിച്ചു. ഹല്ലേലൂയ. പക്ഷെ അതിനെക്കാട്ടിൽ ഒരു വലിയ അത്ഭുതമാണ് യേശു ശീമോന് വേണ്ടി വെച്ചിരിക്കുന്നത്. उसका नाव तो भर गया, लेकिन उससे भी बड़ा चमत्कार परमेश्वर उसकी जिंदगी में रखे हैं. അവന് പാപബോധം വരികയാണ്, അവന് മാനസാന്തരം വരികയാണ്. യേശു ആരാണെന്നുള്ള ആ വെളിപ്പാട്, ഇത് ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവാണ്, ലോക രക്ഷകനാണ് എന്നുള്ളൊരു കാര്യത്തെ കുറിച്ചുള്ളൊരു വെളിപ്പാട്. उसका खालीपन दूर हो गया, उसका नाव भर गया. केवल वो ही नहीं, ये मसीहा कौन है, ये उसकी जिंदगी में प्रकट हो गया. ഹല്ലേലൂയ. ശിമോൻ വിഷമിച്ച യേശുവേ, അങ്ങേപ്പോലെ ഒരു വിശുദ്ധമായ വിഷയിക്കൊന്നും ഞാൻ യോഗ്യനല്ല, ഞാൻ സാധാരണ മുക്കുവനാ. എന്റെ വായിൽ നിന്ന് ചീത്ത വാക്കുകൾ, എന്റെ വിദ്യാഭ്യാസം, എന്റെ കുടുംബ സാഹചര്യം, ഐ ആം നോട്ട് ഗുഡ് മെറ്റീരിയൽ ഫോർ യുവർ വർക്ക്. നിന്റെ ടീമിൽ കൂടി നിന്നോട് ചേർന്ന് നടക്കുവാൻ എനിക്ക് ഒരു യോഗ്യതയുമില്ല. അതുകൊണ്ട് സ്തോത്രം, പാപിയായ മനുഷ്യനാണ്, അങ്ങനെ വിട്ടുപോകണമേ എന്ന് ശിമോൻ പറയുകയാണ്. इतना बड़ा चमत्कार पतरस की जिंदगी में हो गया, भरपूरी आ गई, उसका खालीपन चला गया. लेकिन वहां घमंडी होने के बजाय, मैं सबसे बड़ा हूं ये बोलने के बजाय, वो बिल्कुल नम्र हो गया, दिल में टूट गया. वो अपनी असली अवस्था को देखने लगा और कहने लगा कि हे प्रभु, हे परमेश्वर, मैं आपके योग्य नहीं हूं, मैं पापी मनुष्य हूं. യേശു പറയുകയാ, ശീമോനെ നീ ഭയപ്പെടേണ്ട, പിതാവാം ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. നീ മീൻ പിടിക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല, നീ മനുഷ്യരെ പിടിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റുന്ന ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് നീ എന്നെ അനുഗമിക്കുക. നിന്നെ കുറിച്ച് പിതാവാം ദൈവത്തിന് സ്വർഗ്ഗത്തില് വലിയൊരു പ്ലാൻ ഉണ്ട്. हालेलुया. मसीह उससे कह रहे हैं, तुम घबराओ नहीं. आज जो तुम्हारी अवस्था है, तुम उसमें उसी में नहीं रहोगे. तुम्हारी जिंदगी के बारे में परमेश्वर की उत्तम योजनाएं हैं. നീ മനുഷ്യരെ പിടിക്കുന്നവനാക്കി ഞാൻ നിന്നെ മാറ്റും. मैं तुम्हें मनुष्यों को पकड़ने वाला बनाऊंगा. നിന്റെ ജീവിതം ഇന്ന് ശീമോന മീൻ പിടിക്കുക, പക്ഷെ ഒരു പ്രൊഫറ്റിക് എൻകൗണ്ടർ കഴിയുമ്പോൾ നിന്നെക്കുറിച്ചുള്ള സ്വർഗ്ഗത്തിന്റെ പദ്ധതി വെളിപ്പെടുകയാണ്. ശീമോനെ യേശു നിർബന്ധിക്കുന്നത് ഒരു നിർബന്ധവും ഇല്ല. നിന്നെക്കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുമ്പോൾ സ്റ്റെപ്പ് എടുക്കുമോ? യേശു പിന്നെ നാം പത്രോസിന്റെ ജീവിതത്തിൽ കാണുന്നത്, പത്രോസ് വലയും പടകും ഒക്കെ വിട്ട് സ്വർഗ്ഗത്തിന്റെ പ്ലാന് തന്റെ ജീവിതത്തിൽ നിവർത്തിക്കുവാൻ താൻ തന്നെ സമർപ്പിക്കുകയാണ്. हालेलुया. जब यीशु मसीह से उसका मुलाकात हुआ तो वो सब कुछ छोड़ रहा है. जो कुछ भी उसका सबसे बड़ा धन था, सब कुछ वो छोड़ रहा है और यीशु मसीह के पीछे पीछे वो चला. അവിടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. हम अपनी आंखों को बंद ഇത് രാത്രികാലം करेंगे. മറക്കുവാനാകാത്തൊരു രാത്രികാലമായി. आज रात प्रभु जी ऐसी रात हो जाए जो मैं कभी ना भूल पाऊं. ചില ശീമോന്മാരെ പത്രോസാക്കി ദൈവത്തിന്റെ നിയോഗവും ദൈവത്തിന്റെ മാൻഡേറ്റും സ്വർഗ്ഗത്തിന്റെ പദ്ധതികൾ വെളിപ്പെടുന്ന ഒരു രാത്രിയായി. മീൻ പിടിക്കുന്നവൻ ദൈവത്തിന്റെ അപ്പോസ്തലനായി ഒരു പ്രക്രിയയിലൂടെ ആയി തീർന്നതുപോലെ ഇന്ന് രാത്രി നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ, നിങ്ങളൊന്ന് ആഗ്രഹിച്ചാൽ, നിങ്ങളൊന്ന് കൊതിച്ചാൽ യേശു ആരെയും നിർബന്ധിക്കുക. कई शिमोन को पतरस बनाने की योजना लेकर परमेश्वर हमारे बीच में खड़ा हुआ है. तुम आज मछली पकड़ने वाले हो, लेकिन मनुष्यों को पकड़ने वाला बनाकर, एक प्रेरित बनाकर तुम्हें खड़ा करने की योजना. ഏലിയാവ് എലീശയുടെ മേൽ പുതപ്പറിയുന്ന പോലെ ഇന്ന് ചിലരുടെ മേൽ ഒരു പ്രൊഫറ്റിക് പുതപ്പ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപകളും കൃപാവരങ്ങളും പകർച്ചകളും ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിൽ നടക്കേണ്ടതിന് ആരൊന്ന് വിശ്വസിക്കും, ആരൊന്ന് കൊതിക്കും, ആരൊന്ന് ആഗ്രഹിക്കും. അതേ കർത്താവേ, हालेलुया.
ഈ ആത്മപകർച്ചയുടെയും ഈ പരിശുദ്ധാത്മാവിന്റെ പെരുമഴയുടെയും പിന്മഴയുടെയും കാലത്തെ ആക്കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി अपने हाथों को हम उठाएंगे हालेलुया अपने हाथों को उठाएंगे हालेलुया ഒന്ന് സമർപ്പിക്കാം अपने हाथों को उठाएंगे ഹല്ലേലൂയ ലബറോ ശബനാസലായി ഒരു ആത്മനദി ഇവിടെ ഒഴുകുകയാണ്. ഹല്ലേലൂയ പെരുമഴ പെയ്യാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞു വരികയാണ്. ഇന്ന് ഇവിടെ പ്രാവചനികമായ നദിയുടെ വെള്ളം നിറഞ്ഞു വരികയാണ്. ആ കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ നന്ദി പറയാം. അല്പസമയം അന്യഭാഷകളിൽ വിശ്വാസത്തോട് പ്രതീക്ഷയോടെ ആഗ്രഹത്തോട് ദാഹത്തോട് നമുക്ക് പറയാം. അതെ, ഇവിടെ പരിശുദ്ധാത്മാവ് അലയടിക്കുമ്പോൾ ദൈവത്തിന്റെ നദികൾ പകരപ്പെടുമ്പോൾ ഒരു വലിയ ആത്മപ്രവാഹം നമ്മുടെ മധ്യത്തിലേക്ക് പ്രവഹിക്കുമ്പോൾ ഇത് ഒരു പ്രൊഫറ്റിക് റിവറായി, ഇതൊരു പ്രൊഫറ്റിക് അനോയിന്റിംഗ് ആയി അനേകരുടെ ജീവിതങ്ങൾ മാറി മറിയുന്ന ഒരു ദിവസം. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം.